പറയാറുണ്ട്, ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ പറന്നു നടക്കാമായിരുന്നു എന്ന്. ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയായിരുന്നുവെങ്കിൽ എന്നൊക്കെ തമാശയ്ക്കെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മളിൽ പലരും പറഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ ഒരു ആഗ്രഹം സാധിക്കാൻ അങ്ങേയറ്റം വരെ പോയ ഒരു ജപ്പാൻകാരനുണ്ട്. ടോക്കോ എന്നാണ് ഇയാളുടെ പേര്. ഒരു നായയായി മാറാനായിരുന്നു ടോക്കോയുടെ ആഗ്രഹം. വലിയ തുക നൽകി ഒറിജിനലിനെ വെല്ലുന്ന ഒരു കോസ്റ്റ്യൂം തന്നെ ടോക്കോ തനിക്കായി ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഈ വസ്ത്രം ധരിച്ച് നായകളെ പോലെ പെരുമാറുന്ന ടോക്കോയുടെ വീഡിയോയും ഇത് സംബന്ധിച്ച വാർത്തകളുമൊക്കെ നേരത്തെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുമുണ്ട്. ഇപ്പോൾ വലിയ ലാഭമുണ്ടാക്കുന്ന ഒരു സംരംഭത്തിന് ഉടമയായി മാറിയിരിക്കുകയാണ് ഈ ടോക്കോ. ടോക്കിയോ സ്വദേശിയാണ് നമ്മുടെ സ്വന്തം ടോക്കോ. നായയാകാനുള്ള ആഗ്രഹം കൊണ്ട് ഒറിജിനലിനെ വെല്ലുന്ന കോസ്റ്റ്യൂമാണ് ടോക്കോ ഉണ്ടാക്കിയത്. ഇതിനായി തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ശതമാനം ടോക്കോ ചിലവാക്കുകയും ചെയ്തു. 2 മില്യൺ യെൻ, അതായത് ഏകദേശം 11.45 ലക്ഷം രൂപയാണ് ഒരു ഉടുപ്പിനായി ടോക്കോ നൽകിയത്. ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകാത്ത തരത്തിൽ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ വരെ ഏറെ ശ്രദ്ധ നൽകിയാണ് ഈ വസ്ത്രം പ്രശസ്തമായ ഒരു കമ്പനി ഉണ്ടാക്കിയെടുത്തത്. അനക്കാൻ സാധിക്കുന്ന കാൽപാദങ്ങളും വാലും വായുമെല്ലാം ഈ ഡ്രസ്സിന്റെ പ്രത്യേകതയായിരുന്നു. 4 കിലോയാണ് ഈ വസ്ത്രത്തിന്റെ മാത്രം ഭാരം. നായയുടെ വസ്ത്രം മാത്രമല്ല, നായയെപ്പോലെ പെരുമാറാനും ടോക്കോ ശീലിച്ചിരുന്നു. നായ്ക്കളെ പോലെ കൈ നൽകാനും പന്തുകൾ പിടിക്കാനും തിരിഞ്ഞു മറിയാനും ഒക്കെ ടോക്കോ ശ്രമിച്ചിരുന്നു. ഇതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. നായ വസ്ത്രം ധരിച്ച ടോക്കോ യഥാർത്ഥ നായ്ക്കൾക്കൊപ്പം സമയം ചിലവിട്ടിരുന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തൻ്റെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തീരുമാനിച്ചിടത്താണ് ടോക്കോയുടെ ബിസിനസിന്റെ ആരംഭം. ടോക്കോയെ പോലെ നായയായി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനായി കോസ്റ്റ്യൂം വാടകയ്ക്ക് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മൃഗമായി മാറണമെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ ആവേശത്തിലാക്കുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങളുടെ ഈ ആഗ്രഹം സാധിക്കാൻ സഹായിക്കുന്ന സേവനം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഇതായിരുന്നു ടോക്കോയുടെ കമ്പനിയുടെ പരസ്യവാചകം. റിപ്പോർട്ടുകൾ അനുസരിച്ച് ടോക്കോയുടെ ബിസിനസ് ഇതിനകം തന്നെ വലിയ വിജയമായി മാറിയിട്ടുമുണ്ട്. നിരവധി ആളുകളാണ് മൃഗങ്ങളായി മാറാൻ ടോക്കോയെ തേടി എത്തുന്നത്. 3 മണിക്കൂർ നേരത്തേക്ക് നായവസ്ത്രം വാടകയ്ക്ക് എടുക്കണമെങ്കിൽ 49,000 യെൻ നൽകണം, അതായത് ഇന്ത്യൻ റുപ്പിയിൽ 28,000 രൂപ. 2 മണിക്കൂർ നേരത്തേക്കാണെങ്കിൽ അത് 36 യെന്നായി മാറും, അതായത് 20,000 രൂപയെങ്കിലും നൽകണം. ഇതിനൊക്കെ പുറമെ കോസ്റ്റ്യൂം വേണമെങ്കിൽ 30 ദിവസത്തിന് മുൻപ് തന്നെ ബുക്ക് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ഈ നായയുടെ വസ്ത്രം ലഭിക്കുകയുള്ളൂ. എന്തായാലും ടോക്കോ പോലും പ്രതീക്ഷിക്കാത്ത ഡിമാൻഡാണ് ടോക്കോയുടെ ഐഡിയയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. One more time. Yeah, cool, buddy. Thank you. Be careful. Are you good? Oh, there is another little doggy. He's scared. He's scared. Because you are much bigger. Hello. 初めて見ましたね。いや挨拶は手を振ってくださってる。いやびっくり。Someone is waving to you. Can you wave back? Can you wait? Oh, yeah, but hello. Hello. Very good. Okay, soびっくりね。So many new friends.
But don't worry, we are the biggest one here. I thought I sized it up Oh, now he's shy. Now he's shy. He's my new dog. I don't know what he's doing now. Let's see.